വെൽക്കം ബാക്ക് ടു നമ്മുടെ യൂട്യൂബ് ചാനൽ സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ X200 Proൻ്റെ വീഡിയോ ഒരു വർഷം മുമ്പേ നമ്മൾ ചാനലിൽ ഏറ്റവും സെഡ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് X300 Proൻ്റെ ഡീറ്റെയിൽഡ് ഒരു ക്യാമറ എക്സ്പീരിയൻസ് വീഡിയോ ക്യാമറ റിവ്യൂ ആയിട്ട് തന്നെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. ഇത് കണ്ട് തീർന്നതിന് ശേഷം നിങ്ങൾ അതൊക്കെ കയറി കണ്ടാൽ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. അപ്പോൾ എന്താണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറേ അധികം ആൾക്കാർ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട് X200 Pro എടുക്കണമോ അതോ X300 Pro എടുക്കണോ എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. പിന്നെ അതിൻ്റെ ഏറ്റവും സെറ്റ് കാര്യങ്ങൾ നമ്മൾ ഷോർട്സിലും ഇട്ടിട്ടുണ്ട്. അതായത് ഇതിൻ്റെ പോർട്രേറ്റ് ക്വാളിറ്റി, അതിൻ്റെ വീഡിയോഗ്രഫി ക്വാളിറ്റി, അതിൻ്റെ ഗെയിമിംഗ് ക്വാളിറ്റി, ഇതെല്ലാം നമ്മൾ ഷോർട്സിലും റീൽസിലും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിനകത്ത് കയറി പോയാൽ ഇതിൻ്റെ റീൽസ് കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഷോർട്സിനകത്തോട്ട് പോയാൽ ഇതിൻ്റെ ഷോർട്സും കാണാവുന്നതാണ്. അപ്പോൾ A to Z കാര്യങ്ങൾ നമ്മൾ എല്ലാ രീതിക്കും തന്നെ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും സംശയമുള്ള ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുക. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ X200 Pro എടുക്കണമോ 300 Proയിലോട്ട് പോകണമോ എന്നുള്ളൊരു ക്ലാരിറ്റി കിട്ടും. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഡിസൈനിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ടും ഒരു പ്രീമിയം ലുക്ക് തന്നെയാണ് തരുന്നതെങ്കിലും X300 Proയിലോട്ട് നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു പൊടിക്ക് ഒരു സ്ലിം ആയിട്ടുള്ളൊരു സാധനം കിട്ടും. അതായത് മറ്റേതും ഇതും കൂടെ ഒരുമിച്ച് വെച്ച് നോക്കുന്ന സമയത്ത് ഇത് കുറച്ചുകൂടി സ്ലിം ആയിട്ട് തോന്നും. രണ്ടും ഒരുപോലത്തെ കേസ് വാങ്ങിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരേ രീതിക്ക് തന്നെയാണ് നിൽക്കുന്നത്. അതായത് സെയിം കേസ് അല്ല, സെയിം ബ്രാൻഡിൻ്റെ കേസ് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപോലെ തന്നെ തോന്നും, വേറെ വ്യത്യാസമൊന്നും തോന്നത്തില്ല. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് സ്ക്രീൻ ടു ബോഡി റേഷ്യോയിൽ കുറച്ച് വ്യത്യാസം, അതായത് സ്ക്രീന് കുറച്ചുകൂടെ കെയർ നിൽക്കുന്നത് X300 Proയിലാണെന്നേ ഉള്ളൂ. അല്ലാത്ത പക്ഷം നമുക്ക് ബ്രൈറ്റ്നസ്സിലോ അതായത് പീക്ക് നിറ്റ്സിലോ ഇതിലൊന്നും ഒരു വ്യത്യാസവും ഇല്ല. പുതിയൊരു പ്രൊട്ടക്ഷൻ, ഇതിന്റെ ഡിസ്പ്ലേക്ക് പ്രൊട്ടക്ഷൻ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് X300 Proയിലോട്ട് വന്നിട്ടുണ്ട്. അതിൽ ആന്റി ഗ്ലെയറൂടെ വരുന്നു എന്നാണ് കമ്പനി പറഞ്ഞത്. പക്ഷെ യൂസ് ചെയ്ത് എനിക്ക് തോന്നിയത് നമ്മുടെ സാംസങ്ങിനൊക്കെ വരുന്ന ഒരു ആന്റി ഗ്ലെയർ ഡിസ്പ്ലേ സാംസങ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ആയിരുന്നു കേട്ടോ, ഒരു ആന്റി ഗ്ലെയർ ഡിസ്പ്ലേ എന്ന് പറയുന്ന സാധനം. പക്ഷെ ഇതിലോട്ട് വന്ന സമയത്ത് ഒരു ആന്റി ഗ്ലെയർ ആയിട്ടൊന്നും നമുക്ക് അത് ഫീൽ ചെയ്തിട്ട് നമ്മൾ ഔട്ട്ഡോറിൽ നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് നോക്കേണ്ടി വരും. അതിൻ്റെ ആ ഒരു ക്യാമറ എക്സ്പീരിയൻസ് വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. അത് മാത്രമാണ് എനിക്ക് ആ ഒരു ചെറിയൊരു ചേഞ്ച് ആയിട്ട് തോന്നിയത്. അതായത് പറഞ്ഞ സാധനമല്ല തന്നത് എന്നൊരു ഫീൽ വന്നത് അതിലാണ് കേട്ടോ. ദെൻ ഡിസ്പ്ലേയിലെ ഭാഗത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ സെയിം LTPO AMOLED 120Hz ഡിസ്പ്ലേ, അതെല്ലാം സെയിം തന്നെയാണ്. വേറെ വ്യത്യാസം കാര്യങ്ങളൊന്നും ഇല്ല. സെയിം IP റേറ്റിംഗ് കാര്യങ്ങളെല്ലാം ഉണ്ട്. സെയിം ഒരമ്മ പെറ്റ അനിയന്മാരെന്ന് പറയും പോലെ സെയിം സാധനം. പിന്നെ ചാവിയിട്ടൊക്കെ നമ്മൾ ഡിസ്പ്ലേയിൽ വരികയാണെന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് തറയിടുകയാണെന്നുണ്ടെങ്കിലും അങ്ങനത്തെ ഉള്ള ആൾക്കാരാണ്, കയ്യിൽ നിന്ന് ചറവി തറയി വീഴുന്നു അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ X300 Proയിലോട്ട് പോകണത് നല്ലതായിരിക്കും കേട്ടോ. അങ്ങനെ ആരും ചെയ്യൂല എന്നാണ് എൻ്റെ ഒരു നിഗമനം. അങ്ങനെ തന്നെ അനുമാനിക്കും. പ്രൊസസ്സറിന്റെ ഭാഗത്ത് പറഞ്ഞ സമയത്ത് ഡയമൻസിറ്റിയുടെ 9400 എന്ന് പറഞ്ഞൊരു പ്രൊസസ്സറാണ് X200 Proയിൽ വരുന്നത്. 9500 നമുക്ക് X300 Proയിൽ വരുന്നുണ്ട്. പ്രോസസ്സിങ്ങിന്റെ കാര്യം വെച്ച് നോക്കുന്ന സമയത്ത്, അതായത് ഈ ഫോട്ടോ ഒക്കെ പ്രോസസ് ചെയ്ത് വരുന്ന കാര്യം വെച്ച് നോക്കുകയാണെങ്കിലും നമുക്ക് UFS 4.1 ആയതുകൊണ്ട്, മറ്റേ 4.0 ഇത് 4.1 ആയതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ ഫാസ്റ്റർ ആയിട്ട് പ്രോസസ്സിംഗ് ഒക്കെ കിട്ടുന്നുണ്ട്. അതായത് ഫോട്ടോ നമ്മൾ എടുത്തു കഴിഞ്ഞ് പ്രോസസ് ആയതുകൊണ്ട് നമ്മൾ X200 FEയിൽ നമുക്ക് UFS കുറവായിരുന്നു. അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇറക്കിക്കൊണ്ട് UFS കുറവായിരുന്നു. ഫോട്ടോ എടുത്തൊരു 7-8 സെക്കൻഡോളം നമ്മളത് വെയിറ്റ് ചെയ്യണം. X200 Proയിൽ വരുമ്പോൾ ഒരു 3-4 സെക്കൻഡാണ്. X300 Proയിലോട്ട് വരുമ്പോൾ അതിലും താഴെ നമുക്ക് സാധനം പ്രോസസ്സായി കിട്ടും. സോ അത്യാവശ്യമായിട്ട് 10-50 പേരെ ഫോട്ടോയൊക്കെ ഒരു കല്യാണത്തിന് പോയി നിന്നിട്ട് എടുത്ത് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് പ്രോസസ്സായി വരാം. ഇതിൻ്റെയൊക്കെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ AI ഒക്കെ അടിപൊളിയാണ്. ഇപ്പോൾ AI വെച്ചിട്ട് ഫോട്ടോ എൻഹാൻസ് ചെയ്യുമ്പോൾ, അതായത് AI വെച്ച് ജനറേറ്റ് ചെയ്യില്ല, ഫോട്ടോ എൻഹാൻസ് ചെയ്യുമ്പോൾ ആ ഒരു ടൈം എടുക്കും. അപ്പോൾ UFS 4.1 ആകുമ്പോൾ ആ ഒരു ടൈം കുറച്ച് എടുക്കത്തുള്ളൂ. അതൊരു പ്ലസ് പോയിന്റ് ആണ്. കുറേ അധികം ആൾക്കാർ വന്നിട്ട് കമൻറ്റ് ഇടുന്നുണ്ട് AI ജനറേറ്റഡ് ഫോട്ടോ. AI ജനറേറ്റഡ് അല്ല, AI വെച്ചിട്ട് നമ്മളെ മുഖത്ത് കുറച്ചുകൂടെ പ്രസരിപ്പൊക്കെ ഉണ്ടാക്കി തരുന്ന ഒരു പരിപാടി മാത്രമാണ്. കാണാൻ ഭംഗിയുള്ള കുറച്ച് ബ്ലർസ് കാര്യങ്ങളൊക്കെ തരുന്നു. അതായത് അപ്പേച്ചർ വെച്ചിട്ട് നമ്മൾ കുറച്ചിട്ടൊക്കെ എടുക്കുമ്പോൾ നല്ല ബ്ലറൊക്കെ തരാൻ വേണ്ടി AI എൻഹാൻസ് ചെയ്ത് തരുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ആളെ നിന്നും മാറ്റിയൊന്നും തരണമൊന്നും ഇല്ല. അതാണ് അതിൻ്റെ ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ. അപ്പോൾ പ്രൊസസ്സറിന്റെ ഭാഗത്ത് ആ ഒരു സംഭവം, ഈ GPUവിന്റെ ഭാഗത്ത് ഇതെല്ലാം ഒരു ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു സാധനം ഇതിന്റെ AI എത്രത്തോളം ഇങ്ങനെ പണിയെടുക്കുന്നത് കൊണ്ടാണ് കുറേ അധികം ആൾക്കാർ പറയുന്ന പോലെ എനിക്കും ഫീൽ ചെയ്ത സാധനം തന്നെയാണ്. പോർട്രേറ്റ്സിൽ നമ്മൾ ആ ഒരു X200 Proയിൽ കിട്ടിയ അത്രയും ഒരു പ്രോപ്പർ സാധനം നമുക്ക് കിട്ടുന്നില്ല. അത് X200 Pro യൂസ് ചെയ്തിട്ട് ഒരാൾക്കേ സത്യം പറഞ്ഞാൽ അത് മനസ്സിലാവുള്ളൂ. X300 Pro ആദ്യമായിട്ട് എടുക്കുന്ന ഒരാൾക്ക് ഈ സാധനം വൗ തന്നെ ആയിരിക്കും. X200 Proയിൽ നിന്നും 300 Proയിലോട്ട് വരുന്ന സമയത്ത് അത് മെയിനായിട്ട് ഫീൽ ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മളൊരു റഫ് യൂസ്, അതായത് ഇപ്പം ഒരു സാധാ ഒരു സ്മാർട്ട് ഫോൺ എടുക്കുകയാണെന്ന്, ഇപ്പം ഐഫോൺ എന്നെ എടുത്തിട്ട് ഇപ്പം സൂര്യപ്രകാശ് ഇവിടെ നടിക്കുന്നു, ഞാൻ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ നിന്നിട്ട് ഇവിടെ ക്യാമറ വെച്ചിട്ട് ഫോട്ടോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ
ഒരു ഭൗതികം കാണൂല ഫോട്ടോയ്ക്ക്. ഈവൻ ഐഫോൺ, സാംസങ് ഏതാണെങ്കിലും. അതേസമയത്ത് ഈ വിവോ വെച്ചെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ AI പ്രവർത്തിച്ച് നമ്മളെ മുഖമൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടി ബാക്കിൽ ആ ഒരു സൺലൈറ്റ് ഒക്കെ നല്ലൊരു ഓറ മറ്റേ ഒരു സാധനം ഉണ്ടല്ലേ, ആ ഒരു സാധനമായിട്ട് നമുക്ക് തരും ഈ X200 Proയിൽ. ആ 300 Proയിലോട്ട് പറഞ്ഞ സമയത്ത് ഈ ഒരു റഫ് സാധനം നമ്മൾ കാണിക്കുന്ന ഒരു വൃത്തിയിട്ട പരിപാടിയാണ്. നമ്മൾ അങ്ങനെയൊന്നും ഫോട്ടോ എടുക്കേണ്ട ഒരു ആവശ്യമില്ല. അങ്ങനെ എടുക്കുന്ന സമയത്ത് നമുക്കത് അത്ര പെർഫെക്റ്റ് ആയിട്ട് തരൂല. അത് മാത്രമേ ഉള്ളൂ എനിക്കിത് മിസ്റ്റേക്ക് ആയിട്ട് തോന്നിയത്, മനസ്സിലായി, ഈ പോർട്രേറ്റിൻ്റെ ഭാഗത്ത്. ഇപ്പം ആ ഒരു സമയത്തൊക്കെ നമ്മുടെ ഈ ഹെയറിലൊക്കെ നമുക്ക് ഒരു ഡീറ്റെയിൽസ് കിട്ടൂല. ലൈറ്റ് ഫ്രെയിമിൽ നിന്നിട്ട് നമ്മൾ അപ്പേച്ചർ ഏറ്റവും കുറച്ചിട്ടിട്ടൊക്കെ എടുക്കുന്ന സമയത്തും ആ ഒരു ഹെയറിലൊക്കെ നമുക്ക് X200 Proയിൽ കിട്ടിയ ഒരു പരിപാടി പറഞ്ഞില്ല. പോർട്രേറ്റിൻ്റെ ഒരു ഭാഗത്ത് മാത്രമാണ് എനിക്ക് ചെറിയൊരു വ്യത്യാസം തോന്നിയത്. ഇത് നമ്മളിപ്പം യൂസ് ചെയ്തിട്ടുള്ളത് എന്തായാലും നമ്മൾ എടുത്ത് പറഞ്ഞേ പറ്റുള്ളൂ. നമ്മളങ്ങനെ നമ്മുടെ ഈ യൂസേഴ്സിന്റെ അഭിപ്രായം പറയാൻ പറഞ്ഞപ്പോഴും കമന്റ് ബോക്സിൽ അത് തന്നെയാണ് കുറെ അധികം ആൾക്കാർ പറഞ്ഞിട്ടുള്ളത്. പിന്നെ കുറെ അധികം ആൾക്കാർ X200 Proയിൽ നിന്നും 300 Proയിലോട്ടൊക്കെ അപ്ഗ്രേഡ് ചെയ്തേ. ഇവിടെ എന്തിനിടെ ഇത്രയും ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലിലുള്ള ഒരു സാധനമൊക്കെ എടുത്തിട്ട് അത് പെട്ടെന്ന് അപ്ഗ്രേഡ് ചെയ്യുന്നതിൻ്റെ ആവശ്യം എന്തിനാണ്? നമ്മൾ ഒരിക്കലും ഇപ്പം നമുക്കിപ്പം ഏത് ഫോണാണെങ്കിലും ഇപ്പം ഒരു 1,00,000 രൂപ അടുപ്പിച്ചുള്ള ഫോണൊക്കെ നമ്മൾ വർഷം കഴിയുന്തോറും റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ഈ ഒരു സാധനം, ഈ വിവോ, ഓപ്പോ എന്നൊക്കെ പറഞ്ഞ സാധനം എന്ന് പറഞ്ഞാൽ മറ്റേ പ്രീമിയം കാർ എടുക്കും പോലെയാണ്. എടുത്ത സ്പോട്ടിലാണ് ഇതിൻ്റെ പ്രൈസ് കൊണ്ട് ഡൗൺ ആവുന്നത്. സോ നല്ല നഷ്ടത്തിലൊക്കെ ആയിരിക്കും നിങ്ങൾ X200 Proയിൽ നിന്ന് 300 Proയിലോട്ടൊക്കെ പോകണം കേട്ടോ. സോ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. ചെറിയ ഇത് മാത്രമാണ് ഇതിലുള്ള, ബാക്കിയെല്ലാം സെയിം ആണ്. പ്രൊസസ്സർ ജസ്റ്റ് ഒന്ന് അപ്ഗ്രേഡ് ആയിട്ടുണ്ട്, വീഡിയോഗ്രാഫിയിൽ കുറച്ചൊന്ന് അപ്ഗ്രേഡേഷൻ തന്നിട്ടുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ ബാക്കി ഒരു സാധനം ഇതിനകത്തില്ല. വീഡിയോഗ്രാഫിയെ പറ്റി പറഞ്ഞപ്പോഴാണ് X300 Proയിലോട്ട് വരുമ്പോൾ X200 Proയിനെക്കാട്ടിലും പൊളിയാണ് X300 Proയിന്റെ വീഡിയോഗ്രാഫി. അടിപൊളി സാധനമാണ്. നമുക്ക് ക്യാമറ സ്വിച്ചിങ്ങിലൊന്നും ഒരു ലാഗും ഇല്ല, ഒരു ജെർക്കിങ് പരിപാടിയോ ഒന്നുമില്ല. ഒക്കെ സാധനമാണ് നമുക്ക് അതിൽ കിട്ടുന്നത്. പിന്നെ മെയിൻ ആയിട്ടുള്ള സാധനം പോർട്രേറ്റ് വീഡിയോ. നമുക്ക് പോർട്രേറ്റ് വീഡിയോ അത്യാവശ്യം കിടിലുമായിട്ട് നമുക്ക് X300 Proയിൽ എടുക്കാൻ പറ്റുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ 60 FPS, അതായത് ഇപ്പം നമുക്ക് പ്രിവ്യൂ 30 FPS കിട്ടുള്ളൂ. നമ്മളൊരു വീഡിയോ എടുക്കുകയാണെന്ന്, പോർട്രേറ്റ് വീഡിയോ എടുക്കുകയാണെന്ന് നമുക്ക് 60 FPS നമുക്കത് ഒപ്റ്റിമൈസ് ചെയ്ത് എടുക്കാൻ പറ്റും. ഈവൻ ഐഫോണിൽ പോലും സാധനം ഇല്ലടായി. ഐഫോണിന്റെ സിനിമാറ്റിക് എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ സാധനം, അത് ഓക്കെ. എന്നാൽ സാംസങ്ങിന്റെ പോർട്രേറ്റ് വീഡിയോ ഒക്കെ ഇതുപോലെ ഒരു അലവലാതി സാധനം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഈ സാംസങ്ങിന്റെ പോർട്രേറ്റ് വീഡിയോ ഒക്കെ അത് വെച്ചൊക്കെ നോക്കുമ്പോൾ ഈ വിവോയൊക്കെ വേറെ ലെവലിലാണ് ഈ പോർട്രേറ്റ് വീഡിയോ ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ ഒരു വീഡിയോ എടുത്തതിന് ശേഷം 60 FPS ആക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒപ്റ്റിമൈസ് ചെയ്യും. ഇപ്പോൾ 1 മണിക്കൂർ നീളമുള്ള വീഡിയോ ആണെങ്കിൽ നമ്മൾ അതുപോലെ സമയം എടുത്ത് വേണം ഒപ്റ്റിമൈസ് ചെയ്ത് എടുക്കാനുള്ളത്. ചെറിയ വീഡിയോ ഒക്കെ ആണെങ്കിൽ ഒപ്റ്റിമൈസേഷൻ പെട്ടെന്ന് തന്നെ നടക്കും. സ്ക്രീനിൽ ഇരുന്ന് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളിതിപ്പം ഒരു PC കോപ്പി ചെയ്യുന്ന സമയത്തോ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്തോ ഇത്രയും ഫയല് 60 FPS മാറ്റാനുണ്ട്, അത് മാറ്റട്ടെ എന്ന് ചോദിക്കും. നമ്മൾ ഓക്കെ കൊടുത്താൽ അത് മാറ്റിയിട്ടേ അത് സെൻഡ് ചെയ്യുള്ളൂ. നല്ലൊരു കാര്യമാണ്. X200 Pro നിങ്ങൾ എടുക്കുകയാണെങ്കിൽ 1 വർഷം കുറച്ച് കഴിഞ്ഞ് അപ്ഡേഷൻ കിട്ടുള്ളൂ. അതിനകത്തും നമുക്ക് ഒറിജിനൽ വോയിസ് കിട്ടുന്നുണ്ട്. ഒറിജിനൽ വോയിസ് ഇസ് എ ഗുഡ് തിങ്. പോർട്രേറ്റിൽ ഒരു ചെറിയൊരു മൈനസ് മാർക്ക് എന്നുള്ളത് ഈ X300 Proയിൽ ഞാൻ കൊടുത്തിട്ടുള്ളൂ. അതേസമയത്ത് ബാറ്ററി പരമായിട്ട് നോക്കുമ്പോൾ ഫാർ ബെറ്റർ ആണ് ഈ X300 Proന്റെ ബാറ്ററി ലൈഫ് എന്ന് പറഞ്ഞാൽ. 6500 mAh ബാറ്ററി ഉണ്ട്, മറ്റേ 6000 ഉള്ളൂ. അതുപോലെ തന്നെ ഹീറ്റിംഗ് കുറവുണ്ട്. ഈ ഒരു പുതിയൊരു പ്രൊസസ്സർ വന്നതുകൊണ്ടും UFS 4.0 വന്നതുകൊണ്ടും ഈ ഒരു ഹീറ്റിങ്ങിനെ ബാധിക്കുന്നില്ല. വെച്ച് നോക്കുമ്പോൾ X300 Pro ബെറ്റർ സാധനം ആ ഒരു 200 Pro വെച്ച് നോക്കുമ്പോൾ ഈ ഹീറ്റിങ്ങിന്റെയും ഈ ചാർജ് നിൽക്കാനും ഈ പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നി. ആൻഡ് സെൽഫി ക്യാമറ അതിലും നമുക്ക് ആ ഒരു 32 മാറിയിട്ട് 50 വന്നിട്ടുണ്ട്. അത് ഓട്ടോ ഫോക്കസ് ഒക്കെ പക്കയാണ്, സൂമിന്റെയും കാര്യങ്ങളൊക്കെ പക്കയായിട്ട് കിട്ടുന്നുണ്ട്. അതൊക്കെ ക്ലിയർ സാധനം ഉണ്ടായി. ഈ ഒരു ആൾക്കാർക്ക് വേണ്ടത് നമ്മളെ കിടിലുമായിട്ട് കാണിക്കുന്ന ഒരു പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി. അതാണ് സത്യം പറഞ്ഞ ഈ ആൾക്കാർക്ക് ഇപ്പം വേണ്ടത്. സോ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ 2 റീൽ ഇട്ടിട്ടുണ്ട്. iPhone 17 Proന്റെ 2 പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി. സീരിയസ്ലി അത് വേറെ ലെവല് സാധനമാണ്. അതിനകത്ത് വന്ന കമന്റ് എന്ന് പറഞ്ഞാൽ X200 Pro is laughing at the corner, X300 Pro is laughing at the corner എന്ന് പറഞ്ഞാൽ X300 Pro ഇറങ്ങുന്നതിന് മുമ്പേ ആ വീഡിയോ ഇട്ടേനും. അതുവരെ അപ്പോഴേ ഒരു ആൾക്കാർ പറയും, ആൾക്കാർക്ക് ആ ഒരു സാധനം കിട്ടി ബോധിച്ചു എന്ന് പറയില്ലേ, ആ ഒരു സാധനം തലയിൽ കിടക്കുന്നുണ്ട്. പക്ഷെ എനിക്കപ്പം പറയണമെന്നുണ്ട്, ലൈക്ക് ഈ ഒരു സ്ഥലത്ത് X300 Pro എടുത്ത് വെച്ചിട്ട് ഫോട്ടോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റിന്റെ തൊട്ട് ബാക്കിൽ ഒരു വിൻഡോ ഉണ്ട്, അതായത് ഒരു വുഡൻ വിൻഡോ ഉണ്ട്, വുഡനിൽ ഗ്ലാസ് വരുന്നൊരു വിൻഡോ ഉണ്ട്. ഈ ഐഫോണിൽ എടുത്ത സാധനം ഒബ്ജക്റ്റിനെയും ഈ വിൻഡോയിന്റെ ആ ഒരു സാധനമൊക്കെ എക്സാക്ട് ഫോക്കസ് ഇട്ടിട്ട് അതിന്റെ ബാക്കിലുള്ള സാധനവും ഈ വിൻഡോന്റെ ബാക്കി സാധനങ്ങളുമാണ് ബ്ലറാക്കി തന്നിട്ടുള്ളത്. ഈ വിവോയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒബ്ജക്റ്റ് വെച്ചതിന് ശേഷം ബാക്കിയുള്ള എല്ലാം അവർ ബ്ലറാക്കി തരും. മനസ്സിലായ ഒരു നാച്ചുറൽ ലെവലിലുള്ള പോർട്രേറ്റ് ആണോ ഈ X200 X300 Pro ഒക്കെ തരണേന്ന് വെച്ചാൽ അല്ല, AI വെച്ച് എൻഹാൻസ് ചെയ്ത് കുറച്ചുകൂടെ കിടിലാക്കിയാണ് തരുന്നത്. നാച്ചുറൽ സാധനം വേണമെന്നുള്ള ഒരു സീരിയസ്ലി ഞാൻ പറയാണ്, ഗോ ടു ഐഫോൺ അല്ലെങ്കിൽ ഒരു ക്യാമറ എടുക്കുക. കാരണം
ഇത് ആണെന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇടുന്ന ആൾക്കാർ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഐഫോൺ വാങ്ങിക്കണം. അപ്പോൾ ഐഫോൺ വാങ്ങിക്കണമെന്ന് പറയണമെങ്കിൽ നമ്മളൊക്കെ ഐഫോൺ അടിമ, ആപ്പിൾ അടിമ, ബാക്കി സ്മാർട്ട് ഫോൺ വിരോധി, ആൻഡ്രോയിഡ് വിരോധിയൊക്കെ ആവും. സോ ഇത് 2026 അപ്പോൾ അങ്ങനത്തെ കമന്റ്സ് ഒക്കെ സീരിയസ്ലി നിങ്ങൾ നിർത്തേണ്ട സമയമായി. നമ്മളുടെ ഒരു ഉപയോഗിച്ചൊരു എക്സ്പീരിയൻസ് ഒന്നെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഈ ഒരു സാധനം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളവർ കാണും. ചിലപ്പോൾ അങ്ങനെ അതൊരു മോശമായിട്ട് പറയണമല്ല. ഇപ്പം നമ്മൾ ഒരു മാസത്തിൽ കുറേ അധികം സ്മാർട്ട് ഫോൺസ് യൂസ് ചെയ്യുന്നുണ്ട്. അത് നമ്മളെ മറ്റേ അഹങ്കാരമായിട്ട് പറയണമെന്നുള്ളത് നമ്മുടെ ജോലി അതാണ്. നമുക്കത് യൂസ് ചെയ്താലേ പറയാൻ പറ്റും. ഇപ്പം വന്നിരുന്നിട്ട് X300 Pro മാത്രം യൂസ് ചെയ്തിട്ട് എനിക്ക് ഒരിക്കലും X200 Pro ആണ് ബെറ്റർ, X300 Proനേക്കാളും X200 Pro ആണ് ബെറ്റർ എന്ന് എനിക്ക് പറയാൻ പറ്റൂല. അതേസമയത്ത് Oppo Find X9 Pro ഇതിനേക്കാളും പൊളിയാണെന്ന് എനിക്ക് പറയാൻ പറ്റൂല. ഇതൊക്കെ യൂസ് ചെയ്താലേ നമുക്ക് പറയാൻ പറ്റൂ. നമ്മളത് യൂസ് ചെയ്തിട്ട് പറയുമ്പോൾ നമ്മൾ അവിടെ വിരോധിയാവും, അടിമയാവും. സീരിയസ്ലി എനിക്ക് ആപ്പിളിൻ്റെ നാച്ചുറൽ ഫോട്ടോഗ്രാഫി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഈ പോർട്രേറ്റ്സ്. പക്ഷെ അത് പറഞ്ഞാൽ ഈ വിവോയിലെ ഫോട്ടോഗ്രാഫി മാത്രം കണ്ടിരിക്കുന്ന ഒരാൾ, ആ ഒരു എൻഹാൻസ് ചെയ്ത് അത്രയും ക്വാളിറ്റി ഉള്ള സാധനം കണ്ടിരിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് അത് ആപ്പിൾ അടിമയായതുകൊണ്ട് പറയാനാണ് എന്നൊക്കെ ഉള്ളൊരു ചിന്താഗതി വരും. സോ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയാം, അതൊരു പ്രോപ്പർ വീഡിയോ ആയിട്ട് കൊണ്ടുവരുന്നത്. സോ അതൊക്കെ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. 2 മില്യൺ പ്ലസ് ഒക്കെ അടിച്ച് പോയി അവിടെ കിടപ്പുണ്ട്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. സോ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യം. സോ X200 Pro എടുക്കണമോ X300 Pro എടുക്കണമോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരൊറ്റ കാര്യം നോക്കുക. നിങ്ങൾ റഫ് യൂസിൽ നിങ്ങൾക്ക് പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് X300 Proയിലോട്ട് തന്നെ പോവാം. അത് നമുക്ക് വീഡിയോഗ്രാഫി നിങ്ങൾക്കൊരു പ്ലസ് ആണ്. ഗെയിമിങ് നേരത്ത് ഹീറ്റിങ് റെഡ്യൂസ് ആവാനും ചാർജ് നിൽക്കാനും പ്ലസ് ആണ്. അതുപോലെ തന്നെ അത്യാവശ്യം ഫോട്ടോഗ്രാഫി നമുക്ക് നല്ലതായിട്ട് കിട്ടും. കളേഴ്സ് കാര്യങ്ങളൊക്കെ കിട്ടാനൊക്കെ അത്യാവശ്യം നല്ലതാണ്. കുറച്ചുകൂടെ സ്ലിം ആയിട്ടുള്ളൊരു സാധനം മറ്റേതിനെക്കാട്ടിലും. അങ്ങനെയൊക്കെ ഉള്ളൊരു സാധനമാണ് നോക്കണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഈസിലി ചൂസ് X300 Pro. മനസ്സിലായ? ഒരു വർഷം കൂടെ അപ്ഗ്രേഡും കൂടെ ചെയ്ത് പോകാൻ പറ്റും. സോഫ്റ്റ്വെയർ അപ്ഗ്രേഡ് ഒരു വർഷവും കൂടെ കിട്ടും. അല്ലാതെ എടുത്ത് ഒരു വർഷത്തിൽ കൊടുക്കുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ സീരിയസ്ലി X200 Proയിലോട്ടൊന്നും ഇനി പോകണ്ട. നിങ്ങൾ ഇനി എടുത്താലും വീണ്ടും റേറ്റ് കുറയും. പിന്നെ വേറൊരു മെയിൻ സാധനം, X300 എടുക്കാൻ നിൽക്കുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ X200 Pro കണ്ണുടച്ചെടുത്ത് ഒരു കുഴപ്പമില്ല. X300 എടുക്കുന്ന പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും ഓഫ്ലൈൻ സ്റ്റോറിൽ നിന്നൊക്കെ X200 Pro വാറണ്ടി ഉള്ളത്, സീൽ കട്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടും. പിന്നെ നിങ്ങൾ എടുത്തിട്ട് നോക്കുക, ഇത് ഫിനാൻസ് ആക്റ്റീവ് ആണെങ്കിൽ ഇതിലൊക്കെ ഫിനാൻസ് ആക്ടിവേറ്റഡ് എന്ന് പറഞ്ഞ് കാണിക്കും. അതൊക്കെ ഉണ്ടാകുന്നൊക്കെ നോക്കുക. ഈ യൂസ്ഡ് സാധനം, അതായത് വാറണ്ടി ആക്ടിവേറ്റ് ചെയ്ത സാധനം എടുക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കുക ഫിനാൻസ് ഇട്ടിട്ടുള്ള സാധനമാണെന്നൊക്കെ നോക്കുക. നിങ്ങൾക്ക് നല്ല രീതിക്ക് ലാഭത്തിനൊക്കെ സാധനങ്ങൾ കിട്ടും. പിന്നെ വർഷം അപ്ഗ്രേഡ് ചെയ്യാനും നിൽക്കല്. ഇതൊക്കെ എടുത്താൽ നിങ്ങളൊരു 3 കൊല്ലമൊക്കെ മിനിമം കൊണ്ടു നടക്കണം. എന്നാലേ ആ പൈസ മുതലാവുള്ളൂ. അടിപൊളി പോർട്രേറ്റ്സ് കിട്ടും, അടിപൊളി വീഡിയോ കിട്ടും, അടിപൊളിയായിട്ട് ചാർജ് നിൽക്കും, അടിപൊളിയായിട്ട് ഗെയിം കളിക്കുക. X300 Pro പൊളിയാണ്. പോർട്രേറ്റിലൊരു പൊടിക്ക് മുകളിൽ X200 Pro നിൽക്കുന്നു എന്നതൊഴിച്ചാൽ X300 Pro തന്നെയാണ് പൊളി സാധനം. ഇപ്പം എൻ്റെ കയ്യിൽ X300 Proയും X200 Proയും കൂടെ കൊണ്ടുവന്നിട്ട് അളിയ ഒരു പോർട്രേറ്റ് എടുത്തുക എന്ന് പറഞ്ഞാൽ ഞാൻ X200 Pro എടുക്കുന്നു, പോർട്രേറ്റ് എടുത്ത് കൊടുക്കും. അത്രയേ ഉള്ളൂ. മനസ്സിലായില്ല? നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായില്ല പരിപാടിയിൽ നിന്ന്. എന്നിട്ട് എൻ്റെ അടുത്ത് പറയണ്ടേ ഈ 2 സാധനം തരും, നീ എനിക്ക് അടിപൊളി പോർട്രേറ്റ് വീഡിയോ എടുത്ത് അടേ എന്ന് പറഞ്ഞാൽ ഞാൻ X300 Proയിലെ വീഡിയോ എടുത്ത് കൊടുക്കുകയുള്ളൂ. സോ പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി റഫ് പരിപാടിയിൽ വേണമെന്നുണ്ടെങ്കിൽ X200 Proയിൽ പൊയ്ക്കോ. അല്ലാത്ത പക്ഷം X300 Pro പൊളിയാനടെ നിങ്ങൾ യൂസ് ചെയ്തോ. വലിയൊരു ഡിമെറിറ്റ് കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല. ഒരു പ്രോപ്പർ കമ്പാരിസൺ നമുക്ക് വേണമെങ്കിൽ കൊണ്ടുവരാം. ഇത് രണ്ടും കൂടെ വെച്ചിട്ട് വീഡിയോഗ്രാഫിയിലും ഫോട്ടോഗ്രാഫിയിലും ഒരു പ്രോപ്പർ കമ്പാരിസൺ കൊണ്ടുവരാം. അങ്ങനെ ഒരു കമ്പാരിസൺ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഒരു 1000 likes പ്ലസ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം. സോ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിരുന്നാലേ നിങ്ങൾക്ക് അടുത്ത വീഡിയോ വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ഇതിനെപ്പറ്റിയുള്ള അപ്ഡേഷൻസ് ഒക്കെ വരുമ്പം, വീഡിയോസ് ഒക്കെ വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. സോ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്താൽ മാത്രമേ അടുത്ത X200 Proയും 300 Proയെ പറ്റിയൊക്കെ അന്വേഷിക്കുന്ന ആൾക്കാരിലോട്ട് വീഡിയോ എത്തുള്ളൂ. നിങ്ങൾ ആ വീഡിയോ വേണമെങ്കിൽ പറയുക, നമുക്കത് ചെയ്യാം. X300 Pro എടുക്കാനായിട്ട് കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒരു കൺഫ്യൂഷനും വേണ്ട, ഈസി ആയിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അടിപൊളി സാധനങ്ങൾ അതിൽ നിന്ന് കിട്ടും. മനസ്സിലായില്ല? അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ.